ഹലോ, ഞങ്ങൾ എലത്തൂർ ബീച്ചിൽ വന്നതാണ്. അപ്പോൾ എന്തിനാ വന്നത് എന്നല്ലേ, ഇവിടെ ഈ പാറയിലൊക്കെ കടുക്ക ഉണ്ടാകും. ഞങ്ങൾ കടുക്ക പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കൂടെ എലത്തൂരുള്ള നമ്മളെ അമ്മായിമാരുണ്ട്. അങ്ങനെ 2 അമ്മായിമാരാണിത്. ഹായ് പറയും. ലിനീഷേട്ട ഇവിടെ കടുക്ക തിരഞ്ഞ് നടക്കുന്നുണ്ട്. കടലിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇറങ്ങി പോകുക. കടലിറങ്ങി ഒരു പോക്ക് പോകും. 6 മണി ആവും. അപ്പം ഞങ്ങളിപ്പോൾ സമയം 4:45 ആയി. 6 മണി ആവണേ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഇതാ കടുക്കേൻ്റെ കുട്ടികളാണ്. ചെറിയ ചെറിയ കടുക്കകൾ. വലിയ കടുക്കൊന്നും ഇല്ല, ഒക്കെ ചെറിയ കടുക്കകളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കയറാൻ വരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കടുക്ക. അതാ തലപാല വന്നുകൊണ്ടേ. ഇന്നലെ എങ്ങനെയാ ഞാൻ ചെറുതാണ്. അപ്പോൾ ലിനീഷേട്ടൻ്റെ മാമൻ്റെ വീട് വരുന്നത് എലത്തൂരാണ്, ചെട്ടിക്കുളത്ത്. അപ്പോൾ അവിടെയുള്ള ബീച്ചിലാണ് ഇങ്ങനെ. അപ്പോൾ അവിടെ വാവെടുക്കുന്ന സമയത്ത് കടൽ അങ്ങോട്ട് ഉൾവലിഞ്ഞ് പോകും. അപ്പോൾ അവിടെയുള്ള ആ പാറയിലൊക്കെ ഇങ്ങനെ കടുക്ക, ഞങ്ങൾ കടുക്ക എന്നാണ് പറയുക, കല്ലുമ്മക്കായ എന്നും പറയും. അപ്പോൾ അവിടെയൊക്കെ ഈ കടുക്ക ഇങ്ങനെ ഈ പാറേൻ്റെ മുകളിൽ വന്നിട്ടുണ്ടാകും. അപ്പം ഓര് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞതാണ് കടുക്ക ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ട് പോയതാണ് അവിടേക്ക്. അപ്പോൾ കടലിങ്ങനെ ഉള്ളോട്ട് വലിഞ്ഞ് പോകാനായിട്ട് പ്രത്യേക സമയമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോൾ അവിടെ പോയി നിന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പം ആ പാറ കണ്ടില്ലേ ദൂരേക്ക്, ആ പാറേൻ്റെ അവിടേക്ക് അങ്ങോട്ട് കടൽ പോകും. ഇവിടെ ഫുള്ളും പാറകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ കടൽ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ പാറയിൽ അപ്പം ഞങ്ങൾ തുടക്കം വന്ന് ഈ കല്ലിലൊക്കെ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ കടുക്ക കുറവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ കടുക്ക ഇല്ലേ, വെറുതെ വന്നു പോയോ, അത് ഒത്തിരി ചെറിയ ചെറിയ കടുക്കകൾ അവിടെ ഇവിടെയൊക്കെ കാണാം. പിന്നെ അതാ ഇങ്ങനെ ഓരോ ജീവികളൊക്കെ കണ്ട്. ഇതൊക്കെ ഒരു ആദ്യത്തെ അനുഭവമാണ്, ഇങ്ങനെ കടുക്ക പറിക്കാൻ പോവുക, അത് കാണുക എന്നുള്ളതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഇവിടേക്ക്. കുറേ ആൾക്കാർ കടുക്ക പറിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് കടൽ ഉൾവലിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം കടൽ കുറച്ചൊക്കെ ഒന്ന് ബാക്കോട്ടേക്ക് പോയി. അപ്പോൾ അതാ കുറച്ച് പാറേൻ്റെ മുകളിൽ കുറച്ച് കടുക്കകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ വലിപ്പമില്ല കേട്ടോ, ചെറിയ ചെറിയ കടുക്കകളാണ്. വലുതായി ഇത് വരുമ്പോഴേക്കും ചിലപ്പോൾ ഇവിടെ കടുക്കനെ കാണാനും ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. കത്തി, സ്ക്രൂ ഡ്രൈവർ, അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇളക്കിയിട്ടാണ് ഇതിനിങ്ങനെ എടുക്കുന്നത്. അപ്പം എല്ലാവരും കുറേ കത്തിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വരുന്നവർ കത്തിയില്ലാണ്ട് വന്നാൽ പിന്നെ കാര്യമില്ല, നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. പിന്നെ ബക്കറ്റൊക്കെ എടുത്തത്, ബക്കറ്റ് നിറച്ച് നമുക്ക് കടുക്ക കോരി കൊണ്ടാവാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ വന്ന സമയത്ത് കടുക്ക കാണാഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, അയ്യോ ബക്കറ്റൊക്കെ ആയി വന്നിട്ട് കടുക്കല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് സമയം കടഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് മാറി തന്ന്. അപ്പോൾ അതാ ഇഷ്ടം പോലെ കടുക്ക കണ്ടിട്ടോ മോളേന്ന് മക്കളെ. അവിടുന്ന് കടുക്ക അങ്ങനെ പറിച്ച് ഞങ്ങൾക്ക് നിർത്താൻ തോന്നിയില്ലായിരുന്നു. അങ്ങനെയും ഇങ്ങനെ മടുക്കൂല, നമുക്ക് അത് എത്ര പറിച്ചാലും മടുക്കൂല. പിന്നെ കുറച്ച് ആളെയും കൂടെ കൂട്ടി പോവുകയാണെങ്കിൽ പിന്നെ പറയണ്ട, കഥയും പറഞ്ഞ് രസിച്ചിങ്ങനെ നമ്മൾ സമയം പോകുന്നത് അറിയൂല. ഇപ്പോൾ കണ്ടോ, അതാ ഇത്രയും ഭാഗം കടൽ ബാക്കോട്ടേക്ക് പോയി. ഇവിടെയൊക്കെ വെള്ളമായിരുന്നു, അത് അത്രയും കടൽ കണ്ടോ അത്രയും ബാക്കോട്ടേക്ക് പോയി. ഈ പാറയൊന്നും വരുന്ന സമയത്ത് കാണാനും കൂടെ ഇല്ലായിരുന്നു. ഇപ്പം പാറ ഇതാ ഈ കുറേ കുനിഞ്ഞ് നിന്നിങ്ങനെ കടുക്ക പറിച്ചിരുന്ന് അവസാനം ഊരിയും കാലൊക്കെ വേദന, അവസാനം ഗതി കെട്ട് കടുക്കേൻ്റെ മേലെ തന്നെ അങ്ങോട്ട് ഇരുന്ന് കടുക്ക പറിക്കലായി. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആരും കടലിൻ്റെ അടുത്തേക്ക് പോകുന്നു വേണ്ട കേട്ടോ. ഇത് എപ്പോഴും ഇതൊന്നും ഉണ്ടാവില്ല. ഇത് വേലിയിറക്കത്തിൻ്റെ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വേലിയിറക്കത്തിൻ്റെ സമയം കൊണ്ട് മാത്രമല്ല, കടുക്ക ഉണ്ടെങ്കിൽ മാത്രമേ കടുക്ക കിട്ടുള്ളൂ. വേലിയിറക്കാണല്ലോ വിചാരിച്ച് പോയി നോക്കിയിട്ടും കാര്യമില്ല, കടുക്കേൻ്റെ സീസൺ ആവണം, അപ്പോഴേ കടുക്ക കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങളെ പണി മതിയാക്കി കേട്ടോ. അപ്പോൾ കടുക്ക പറിക്കൽ പണി മതിയാക്കി. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇനി ഇരുടായി തുടങ്ങി. അപ്പോൾ പിന്നെ ഇനി മക്കളും ഉണ്ട് വീട്ടിൽ. അപ്പോൾ മക്കളെ കൂട്ടാതെയാണ് ഞങ്ങൾ പോയത്. അപ്പം വേഗം വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ചിട്ട് വേഗം തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ കവറിലാക്കിയിട്ടാണ് അവിടുന്ന് ബക്കറ്റിലേക്ക് ഇട്ടത്. അത് എത്ര കിട്ടി എന്നുള്ളതൊന്ന് നോക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്കിട്ട് ഒരു 3-4 കവർ ഞങ്ങൾ പെറുക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നോക്കുമ്പോൾ ഇഷ്ടം പോലെ കടുക്ക കുട്ടികളെ കിട്ടി.
അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം ഞങ്ങൾ കൂടെ നിന്ന ഞങ്ങൾ അമ്മായിമാരോട് ഞങ്ങൾ നന്ദി പറയുന്നത്. കാരണം വലിയ അമ്മായിക്ക് തീരെ വയ്യായിരുന്നു, തണുപ്പൊക്കെ ആയിട്ട് ചുമയൊക്കെ ആയിരുന്നു. അപ്പം എന്നിട്ടും ഞങ്ങളെ കൂടെ അങ്ങോട്ടേക്ക് വന്ന്. അപ്പോൾ എല്ലാവർക്കും 2 അമ്മായിമാർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവരോട്, എന്നാലും പറയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ. ഓക്കെ, ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. ഓക്കെ, ബൈ.